ഒന്നുകൂടെ ഞാൻ പറയാവുന്നോ ആശാനെ ദേഷ്യപ്പെട്ട് പോകാതെ. എന്റെ മാമൻ ആരാ? പുള്ളിക്കാരന്റെ കഴിവെന്താ? മാമന്റെ അടുത്ത് നിൽക്കാൻ യോഗ്യതയുണ്ടോ? എന്റെ മാമന്റെ അടുത്തുനിന്ന് വിദ്യ പഠിച്ചതിന്റെ അഹങ്കാരമാണല്ലേ? കളി നിർത്തിയാലുള്ള അവസ്ഥ എന്താ? ഇവനെന്താ മിണ്ടായിരിക്കുന്നേ? മത്സരം കച്ചവടമായി കാണരുത്. സ്വന്തം മോനെ വിശ്വസിക്കാതെ അവൻ മതിയെന്ന് പറഞ്ഞില്ലേ? ഇനി ആൾക്കാരെ മൊത്തം എങ്ങനെ നോക്കും? അങ്ങനെ തന്നെ വരണം. ലക്ഷ്മി, എന്താണ് മതിയാക്കടി ഒന്ന്. വെറുതെ അവനെ കുത്തി നോവിക്കില്ലേ? അവളുടെ ഒരു കാര്യം അമ്മയെക്കാളിലും മൂടിലാ. നീ ഇങ്ങനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? മകന്റെ വിഷമം എനിക്കല്ലേ അറിയൂ. അത് മനസ്സിലാക്കാനുള്ള എന്റെ കാര്യം പോട്ടെ. സിംഹത്തെ പോലെ നടന്നിരുന്ന എന്റെ അച്ഛനെ താർത്ത് കളഞ്ഞില്ല. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. എന്തായാലും സ്പെയറിങ്ങിന് വന്നല്ലേ പറ്റൂ. അന്ന് അവന്മാരെ ഞാൻ ഇടിച്ചു പരത്തും. അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛന്റെ മുന്നിൽ അവനെ അടിച്ച് തോപ്പിച്ച് കാണിക്കേ. അടിക്കുമല്ലേന്ന് കണ്ടോ? രാമനെ കണ്ടില്ലേ? അവനിപ്പോ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ദിവസവും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യാ. എനിക്ക് വേറൊരു കാര്യം അറിയോ? എന്ന് അവൻ രാവിലെ എണീറ്റ് സത്യ സ്റ്റുഡിയോ വരെ ഓടുന്നുണ്ട്. സാർപ്പെട്ട പരമ്പരയ്ക്കെതിരെ നടക്കുന്ന മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കാശ്മീർ തിലകൻ, കൂട്ടിക്കൽ ചന്ദ്രൻ എല്ലാവരെയും രാമൻ ഇടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുക. അടുത്തത് അവൻ നോട്ടേട്ടേക്കുന്നത് രംഗനാശാന്റെ ശിഷ്യന്മാരെ. രാമൻ എങ്ങാനും ജയിച്ച ആശാൻ അത് വലിയ നാണക്കേടാവും. നിനക്കതൊന്നും കുഴപ്പമില്ല അല്ലേ? ഇത് കേട്ടോ, നീ എന്താ ചെയ്യാൻ പോകുന്നുള്ള കാര്യം എനിക്കറിയണ്ട. നീ വേമ്പുലിയായിട്ടാണ് ഏറ്റുമുട്ടേണ്ടത്. നിന്റെ അച്ഛൻ നോക്കുന്നുണ്ടോ? അങ്ങനെ മുന്നോട്ട് കയറിട്ട് പുറകോട്ട് വാ. അങ്ങനെ തന്നെ. മീര, ഇവന്മാരെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? സ്പെയറിങ്ങിന് വന്നതാ. എന്താ സ്പെയറാ? നമ്മുടെ വെട്ടറി ആയിട്ട്. ആരോട് ചോദിച്ചിട്ടാ വരാൻ പറഞ്ഞത്? വീണ്ടും ശത്രുത വലുതാക്കാൻ നോക്കുവാണോ? കൊത്തി കൊത്തി മുറത്തിക്കയറി കൊത്തുന്നല്ലേ? നീയൊക്കെ എന്താ വിചാരിച്ചതിനെ പറ്റി? ആവശ്യമില്ലാതെ വെള്ളം വെക്കട്ടെ. അവൻ കാണിച്ച തോന്നിവാസത്തിന് വെട്ടിയടിച്ചവൻ താഴെയിടും. അല്ലെങ്കിൽ തന്നെ ബോധവും പൊക്കണയില്ലാത്തവനാ. രാമൻ എന്തെങ്കിലും സംഭവിച്ചാ വിളിച്ചു വരുത്തി മനഃപൂർവ്വം ചെയ്താണെന്ന് പറയത്തില്ലേ? തനിക രാമനെ കുട്ടി വേഗം പോകാൻ നോക്ക്. ഈ കലാപരിപാടി ഇവിടെ ഇറക്കണ്ട. വിളിച്ചു വരുത്തി അവമാനിക്കാൻ ശ്രമിക്കുകയാണോ? എന്തോന്ന്? കാലം ഇപ്പൊ കലികാലമാണല്ലോ അല്ലേ? ഞങ്ങൾ പറയേണ്ട കാര്യമൊക്കെ നിങ്ങൾ പറയുന്നത്. അതെ, വന്ന കാര്യം എന്താന്ന് പറ. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യം അപ്പൊ ഇതിനെ പേടിക്കുന്നേ? ആര് പേടിച്ചു? ഒറ്റ ഒന്ന് കൈവച്ച് നോക്കടാ. രാമന്റെ കൈ കൊണ്ടാണ് നിന്റെ അന്ത്യം എന്നാണ് നിന്റെ അപ്പം പേടിച്ചിരിക്കുന്നത്. എല്ലാരും കൂടെ ചേർന്ന് തന്നെ നാണം കെടുത്തു അല്ലേ? ഞാനുള്ളപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലുന്നല്ലേ? എന്തൊരു നാണക്കേടാണ്. ഇത്രയൊക്കെ ആയല്ലേ? നിങ്ങൾ തന്നെ എല്ലാം ഉണ്ടാക്കിയോ? ഞാൻ തന്നെ ഇവിടെ നിൽക്കണേ. അവന്മാര് പണിയാൻ വന്നാ തിരിച്ചൊരു പണി അങ്ങോട്ട് നമുക്ക് കൊടുത്താ പോലെ. എല്ലാത്തിനും കാരണം ഒന്ന് നിൽക്കും മാമ. എത്ര പറഞ്ഞിട്ട് മാമനൊന്നും നിൽക്കുന്നില്ലല്ലോ. എന്താ രംഗനാശന്റെ ശിഷ്യനെ ചോദിക്കുന്നത്? എന്റെ കൂടെ സ്പെയറിംഗ് ചെയ്ത് ജയിക്കാൻ പറ്റും? എന്തോന്ന്? ആരുടെ ശിഷ്യ? അമ്മാവ ഒരുത്തൻ നിന്ന് തമാശ പറയുന്ന കേട്ടില്ലേടാ? മിണ്ടാ പോടാ. നീ എവിടെ നിന്നാ സംസാരിക്കുന്നറിയോ? ആവശ്യമില്ലാണ്ട് വഴക്കണ്ടാക്കാൻ വന്നിരിക്കുക. കാരണം കുറ്റിക്ക് തന്നല്ലോ. കപില, നീ എന്തായി പറയുന്നേ? ഇവിടുന്ന് പോകാൻ നോക്ക്. രാമ, ഇവിടെ അവന്റെ നോട്ടം കണ്ടില്ലേ? എല്ലാരും ഒന്ന് അകത്തോട്ട് പോയി. നീ വലിയ കളിക്കാരനല്ലേ? പേടിയില്ലാതെ വാടാ. ധൈര്യം ഉണ്ട് എന്നോട് ഏറ്റുമുട്ടാ. ആശാൻ അറിഞ്ഞാ വലിയ പ്രശ്നമാകും കേട്ടോ. നീ ഒന്ന് അടങ്ങടാ. ഇവനോടൊക്കെ ആരെങ്കിലും മത്സരിക്കോ? ഗ്ലൗസ് പോലും അറിയാത്തവനാ വെല്ലുവിളിക്കാൻ. എന്താടാ ഇങ്ങനെ? പേടി നിന്റെ കണ്ണി കാണാടാ.